ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഫസ്റ്റ് വീഡിയോ കാണുക. അതിൽ ആദ്യത്തെ പോർഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എക്സസൈസ് ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യാൻ പോണത്. എക്സ്പ്രസ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ആസ് പെർസെൻറ്റേജ്. ഈ നമ്പേഴ്സിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റും. നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. നമ്മൾ ഒരു നമ്പർ കാര്യം പെർസെൻറ്റേജിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ മതി, ഇൻറ്റു 100 ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇവിടെ അതുപോലെ തന്നെ 3/5 3/5നെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 3/5 ഇൻറ്റു 100. ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാം. 10ഉം 5ഉം ക്യാൻസൽ ചെയ്യാം 2 ടൈംസ്. അപ്പം 3 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ എക്സ്പ്രസ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ആസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 60% അല്ലെങ്കിൽ ഇൻറ്റു 100% ചെയ്യാം. അടുത്തത് 7/14. 7/14നെയും പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 7/14 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ആണ്. അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ ഇൻറ്റു 100 ചെയ്യാം. ഇവിടെ നമുക്ക് 7ഉം 14ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. 2നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 കിട്ടും. ഇനി 2നെയും 10നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 50 കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 50%. അല്ല, ക്യാൻസൽ ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യുക, 7 ഇൻറ്റു 100 700 ചെയ്യുക. 700നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്തത് 9/20 ഇൻറ്റു 100. 9/20നെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 0യും 0യും ക്യാൻസൽ ചെയ്യാം. 10ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. 10ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പം 9 ഇൻറ്റു 5 ചെയ്ത് വെച്ചാൽ 9 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 45% ഇൻറ്റു പെർസെൻറ്റേജ് 100%. എന്നാലാണ് നമുക്ക് പെർസെൻറ്റേജും കൂടി ഇട്ടാലാണ് ഈ 100ഉം പെർസെൻറ്റേജും മാറിയിട്ട് നമുക്ക് 1 എന്ന് പറയണ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45%. ഇനി അടുത്തത് 72/150. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 72നെ 150 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ക്യാൻസലേഷൻ മെത്തേഡ് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 0യും 0യും ക്യാൻസൽ ചെയ്യാം. ഇനി 10ഉം 15ഉം ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 2 വരും, ഇത് 3 വരും. ഇനി 72നെയും 3നെയും കൂടി ഡിവൈഡ് ചെയ്യുക. 72 ഡിവൈഡഡ് ബൈ 3 കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 48% എന്ന് പറഞ്ഞ് കിട്ടും. (24 × 2) 72/3 എന്ന് പറയുമ്പോൾ 24 ആണ് വന്നത്. 24 × 2 എന്ന് പറയുമ്പോൾ 48. അപ്പോൾ ഇതെന്ന് പറയുന്നത് 48%. ഇനി 1/3നെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 1/3 ഇൻറ്റു 100%. 100ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ഡിവൈഡഡ് ബൈ 3 ആണ്. ഈ 100നെ നമുക്ക് 3യും കൊണ്ട് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, ഡെസിമൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3 ടൈംസ് 9 ആണ് വന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10. അപ്പോൾ വീണ്ടും 3 എഴുതുക, 9 എഴുതുക, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തിട്ടുള്ളൂ, പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ടിട്ട് ഇവിടെ 0 എഴുതുക. അപ്പോൾ 9 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 33.333 എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് എഴുതി വെച്ചാൽ മതി, 33.3% അപ്രോക്സിമേറ്റ്ലി എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് 5/11. ഈ 5/11നെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, 5/11 ഇൻറ്റു 100 ചെയ്യാം. നമുക്ക് 11നെയും 100നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 5നെയും 11നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലൊന്നും അത് കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ 5/11 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ 5ഉം 100ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 500 ഡിവൈഡഡ് ബൈ 11. ഇനി 500നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര ടൈംസാണ്, 4 ടൈംസ് ആണ് വന്നത്. 44. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6, 0 താഴോട്ടേക്ക് എഴുതുക. അപ്പം 5 ടൈംസ് ആണ് വന്നത്. 55. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പോയിന്റ് ഇടുക, പിന്നെ 0 ഇടുക. 50ൽ നോക്കുക. 50ൽ 4 ടൈംസ് ആണ് വന്നത്. 44. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം, 45.45% അപ്രോക്സിമേറ്റ്ലി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. നന്ദിനി ഹാസ് 25 marbles of which 15 are white. ടോട്ടൽ 25 marbles ഉണ്ട്. അതിൽ 15 വൈറ്റ് ആണ്.
വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹെർ ആർ വൈറ്റ്? എത്ര മാർബിൾസ് വൈറ്റ് ഉണ്ട്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹെർ മാർബിൾസ് ആർ വൈറ്റ്? അപ്പൊ ഗിവൺ നമുക്ക് കണ്ടുപിടിക്കണം ആർക്കടെയാ? വൈറ്റിന്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് മാർബിൾസ്, പെർസെൻറ്റേജ് ഓഫ് ഹെർ വൈറ്റ് മാർബിൾസ് എന്ന് പറയുമ്പോൾ 15 തന്നിരിക്കുന്നത് 50 ഔട്ട് ഓഫ് എത്രയിലാണ്? ഔട്ട് ഓഫ് 25ലാണ്. 25ല് 15 ആണ് വൈറ്റ് മാർബിൾസ് ഉള്ളത്. ഇൻറ്റു 100. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 100നെയും 25നെയും ക്യാൻസൽ ചെയ്യുക. 4 ആണ് വന്നത്. അപ്പോൾ 15 ഇൻറ്റു 4 ചെയ്യുക. 15 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ 60%. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 4th ബിറ്റ് 60%. ഇതൊക്കെ അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സ്കൂൾ 15 ഓഫ് ദ 80 സ്റ്റുഡൻസ് കം ടു സ്കൂൾ ബൈ വാക്കിംഗ്. 80 സ്റ്റുഡൻസിൽ 15 സ്റ്റുഡൻസും നടന്നാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് കം ബൈ വാക്കിംഗ്? എത്ര പേരാണ് നടന്നു വരുന്നത്? അപ്പൊ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 80 ആണ് വരുന്നത്. അതിൽ എത്ര സ്റ്റുഡൻസ് ആണ് നടന്നു വരുന്നത്? 50. ഔട്ട് ഓഫ് 80ല് 50 സ്റ്റുഡൻസ് നടന്നാണ്. പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു 0യും ഈ ഒരു 0യും വെട്ടുക. 10നെയും 8നെയും നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, കാരണം 2 ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിനെ 5 കിട്ടും, ഇവിടെ 4 കിട്ടും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 75 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 75 ഡിവൈഡഡ് ബൈ 4ന്റെ ആൻസർ കണ്ടുപിടിക്കുക. അത്രയും പെർസെൻറ്റേജിനായിരിക്കും വന്നത്. 75നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18.75%ആയിരിക്കും വന്നത്. ചെയ്ത് നോക്കാം. 75 ഡിവൈഡഡ് ബൈ 4 1 ടൈമാണ് വന്നത്. 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 35. 4ൽ 8 ടൈംസ് 32. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 പോയിന്റ് ഇടുക. 30. 7 ടൈംസ് 28. സബ്ട്രാക്ട് ചെയ്യുക 2. 20ൽ 5 ടൈംസ്. അപ്പോൾ 18.75%. അത്രയും സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? നടന്നുകൊണ്ട് തന്നെയായിരിക്കും വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ലോങ് ഡിസ്റ്റൻസ് റൺ. കുറച്ച് പേര് ഒരു ലോങ് ഡിസ്റ്റൻസ്, കുറച്ച് ഫ്രണ്ട്സ് ഓടാനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കിടെയും പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ഈച്ച് ഓഫ് ദം ആഫ്റ്റർ 15 മിനിറ്റ്സ് ആർ ഷോൺ ഇൻ ദ ഫോളോയിങ് പിക്ചർ. ഇതിൻ്റെ അകത്ത് 15 മിനിറ്റ് കഴിയുമ്പോഴുള്ള ഓരോരുത്തർക്കുടെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. മാച്ച് among the given option what percentage of the race each of them has approximately completed. ഇതിനെ ഓരോന്നിനെ മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. 93% എന്ന് പറയുമ്പോൾ എന്തായാലും തൊട്ടടുത്തായിരിക്കും വന്നത്. അപ്പോൾ ഡി എന്ന് പറയണതാണ് 93% വരുന്നത്. ഇത് നോക്കാൻ നേരത്ത് ഇവിടെ ഒരു നടുക്കായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും വന്നത്? അല്ലെങ്കിൽ ഇത് ഒരു സ്കെയിൽ വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് നടുക്കെന്ന് പറയുമ്പോൾ ബി ആയിരിക്കും വന്നത്. ബി കറക്റ്റ് നടുക്ക് വന്നെങ്കിൽ ഏത് വരണം? ഏതിൻ്റെ അടുത്തായിട്ട് വരണം? 55% ബിക്ക് വരാൻ പറ്റുള്ളൂ. ഇനി എ എന്ന് പറയുന്നത് 55ന്റെ പുറകിലാണ്, പക്ഷെ സ്റ്റാർട്ടിന്റെ തൊട്ടടുത്തുമല്ല. അപ്പോൾ വരാൻ പറ്റുന്നത് 38%. ഇനി സി എന്ന് പറയുന്നത് 72 വരാം, 84 വരാം. പക്ഷെ ഇതിപ്പോൾ ഒരു 90 ആണെങ്കിൽ 90നോട് ചേർന്നൊക്കെയാണ് വന്നത്. 50 കഴിഞ്ഞ സി എന്ന് പറയുമ്പം 90 മാറി ഇതിപ്പോൾ ഒരു 90 ആണെങ്കിൽ 80 അതിൻ്റെ പുറകിലാണ് വന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് 72% ആയിരിക്കും വന്നത്. അപ്പോൾ കറക്റ്റ് നടുക്ക് വരുമ്പോൾ 50 കുറച്ച് മാറി സി, പക്ഷെ 90യുടെ അടുത്തും അല്ല കിടക്കുന്നത്. അതുകൊണ്ടാണ് 72% വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് 38% എഴുതാം. ബി എന്ന് പറയുന്നത് 55%, സി എന്ന് പറയുന്നത് 72%, ഡി എന്ന് പറയുന്നത് 93%. ഇനി 5th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ആർ ഷോൺ ബിലോ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് അപ്രോപ്രിയേറ്റ് സിമ്പിൾ. ഗ്രേറ്റർ ആണോ, ലെസ് ദാൻ ആണോ, ഈക്വൽ ടു ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50%, 5%. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 50% ആയിരിക്കും എപ്പോഴും വലിയത്. 50 ആണോ 5 ആണോ വലിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ആയിരിക്കും വലിയത്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ 50 ആണോ 5 ആണോ ഏത് നമ്പറാണ് വലിയതെന്ന് നോക്കി വെച്ചാൽ മതി. ഇനി 5/10 ആണോ 50% ആണോ വലിയത്? അപ്പോൾ ഇത് നോക്കുക. 5/10 50% എന്ന് പറയുമ്പോൾ 50/100. ഇതിനെ സെയിം ആക്കാൻ പാടില്ല. നമുക്ക് ഇതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 50, ഇത് 100, ഇത് 50, ഇത് 100. അപ്പോൾ ഇത് രണ്ടും എന്തായി? ഈക്വൽ ആയി. അടുത്തത് 3/11 ആണോ 61% ആണോ ലാർജ്?
അപ്പോൾ ഈ 3/11 നമ്മൾ എന്തിലേക്ക് മാറ്റാം, പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 3/11 എന്ന് പറയുമ്പോൾ 300/11 ആണ് വന്നത്. ഇനി 300/11 ഡിവൈഡ് ചെയ്ത് നോക്കാം. 300/11 ഡിവൈഡ് ചെയ്യുമ്പോൾ 27.27 എന്നാണ് വന്നത്. അപ്പോൾ 27.27 ആണോ 61 ആണോ വലിയത്? 61 ആണ് വലിയത്. അപ്പോൾ സിമ്പിൾ ഇങ്ങോട്ടേക്ക് ഇരിക്കും. ഇനി അടുത്തത് 30% 1/3. 1/3നെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 100/3. 100/3 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 33.333 എന്നാണ് വന്നത്. അപ്പോൾ 30% ആണോ വലിയത്, 30% ആണോ വലിയത്, 33.333% ആണോ വലിയത്? 33.33 ആണ് വലിയത്. അപ്പം 1/3 ആയിരിക്കും വലിയതായിട്ട് വരുന്നത്. If percentage are just a particular type of fraction, what do we need them? Why we can't just using fraction? എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രാക്ഷൻ ഉപയോഗിക്കാത്തതെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പറയുകയാണ്. അപ്പോൾ എക്സസൈസ് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഞാനിടാം. Biscuit making factory is experimenting with 2 new varieties of biscuits. Sugar makes up 9/34 varieties. What? Sugar makes up 9/34 of variety 1. ആദ്യത്തേൽ 9/34 variety 1. വെറൈറ്റി 1 9/34 ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. വെറൈറ്റി 2 13/45 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആരാ വലിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്റർ സെയിം അല്ല. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ ആരാ വലിയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആരാണ് ഷുഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇറ്റ് മേ നോട്ട് ബി ക്ലിയർ അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് ആൻഡ് we may have to do some calculations. But when the same information is presented as sugar makes up 26.47% of variety 1 and 28.88% of variety 2, it is immediately clear with which variety is more sugar. അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 26.47% ആണോ 28.88%ആണോ കൂടുതൽ ഷുഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 28.88% വലിയത്. അപ്പൊ ആരാണോ വലിയത് അങ്ങോട്ടേക്ക് വാ തുറന്നു വയ്ക്കാന്ന് ഓർക്കുക. അപ്പം അതാണ് ഗ്രേറ്റർ ലെസ് ആൻ സിമ്പിൾ ഉണ്ട്. തുറന്നിരിക്കുന്ന ആൾ വലിയതായിരിക്കും. അപ്പൊ 26.47% ഈസ് ലെസ് ദാൻ 28.88%. അപ്പൊ വെറൈറ്റി 2 ആണ് കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ഷുഗർ ഉള്ളതെന്ന് പറയാൻ പറ്റും. പിന്നെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇഫ് യു വാണ്ട് ടു ഹാവ് സെയിം ഡിനോമിനേറ്റർ, എപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ 100 ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് 10 ഉപയോഗിക്കണ്ട, 50 ഉപയോഗിക്കണ്ട, 1000 ഉപയോഗിക്കണ്ട? അതിൻ്റെ കാരണം പറയുകയാണ്. നമുക്ക് 10 ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെറിയ നമ്പറായി പോകും. ഇപ്പം 9/34 100ലേക്ക് മാറ്റുവാണെങ്കിൽ 26.47 എഴുതാം. മറ്റേതാണെങ്കിൽ 2.647 എഴുതാം. 1000ലാണെങ്കിൽ 264.7 എഴുതാൻ പറ്റും. അപ്പം നമുക്ക് എപ്പോഴും 100ലേക്ക് പറയുകയാണ് എളുപ്പം. പെർ 1000 അല്ലെങ്കിൽ പെർ 10,000 പെർ ലാക്ക് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് എളുപ്പം എപ്പോഴും 100 പറയാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, 100 എഴുതുന്നത്. 10 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ചെറുതായി. അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും 10 ഉപയോഗിക്കാറില്ല. പിന്നെ ഇത്രയും പോർഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. എങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ ടാക്സ് ഒക്കെ പിരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പണ്ട് റോമൻസ് 1/20 1/100 എന്നൊക്കെ റിലേറ്റ് ചെയ്തായിരുന്നു ടാക്സ് പിരിച്ചുകൊണ്ടിരുന്നത്. 10th 20th 100th അങ്ങനെയൊക്കെയായിരുന്നു ഉപയോഗിച്ചത്. കൗതില്യയുടെ അർത്ഥശാസ്ത്രയിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് അറൗണ്ടസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെർസെൻറ്റേജ് ഉപയോഗിക്കാറുണ്ട്. പല കോണ്ടസ്റ്റിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ 60% വെള്ളമാണ്, നമ്മുടെ വെയിറ്റിൻ്റെ 60% വാട്ടറാണെന്ന് പറയാറുണ്ട്. അവിടെ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഐസ്ക്രീം ഈസ് അബൌട്ട് 30 to 50% എയർ ബൈ വോളിയം. 30 to 50% എയർ ആണെന്ന് പറയും. പിന്നെ പോപ്പുലേഷൻ 45% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ മാച്ച് ലീസ്റ്റ് പാർട്ട് ഓഫ് 2022 ഫിഫ വേൾഡ് കപ്പിൽ 45% ആൾക്കാരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. ഇനി 80% ഓഫ് ടീനേജേഴ്സ് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വളരെ 1 മണിക്കൂറിൽ താഴെയാണ് അവർ 80% ടീനേജേഴ്സ് ചിലവാക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ 99.86% സോളാർ സിസ്റ്റത്തിൻ്റെ അകത്തും സണ്ണിൻ്റെ മാസമാണ് വന്നത്. പിന്നെ 52% അഗ്രികൾച്ചർ ലാൻഡ് അത് ഡിഗ്രേഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സോയിലിനെ സേവ് ചെയ്യുക, അതൊക്കെ നമ്മൾ പറയുന്നത് മിക്കപ്പോഴും പെർസെൻറ്റേജ് തന്നെയായിരിക്കും.
ഇനി അടുത്ത സെഷനാണ് പെർസെൻറ്റേജ് ഓഫ് സം ക്വാണ്ടിറ്റി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.